സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകും. ഇന്ന് എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 4 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അക്ഷയ, കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ, അറിയിപ്പ് എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് വേനൽ മഴ കനക്കുക? ദിവ്യ, അടുത്ത 5 ദിവസത്തേക്കും കേരളത്തിൽ ശക്തമായ വേനൽ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം അറിയിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഇന്നലെ 2 ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. അതായത് തൃശൂർ, എറണാകുളം ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പ്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിലൊരു തിരുത്തൽ കൂടി വരുത്തി. അതായത് ഇത് 6 ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ഇത്രയും ജില്ലകളിലാണ് നിലവിൽ ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതേസമയം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൊല്ലത്തും അതുപോലെ തന്നെ പാലക്കാടും ചൂട് ഉയർന്നു തന്നെയാണ്. അതായത് 37 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടിരുന്ന അത്ര തന്നെ ചൂട് അല്ലെങ്കിൽ ആ ഒരു അത്യുഷ്ണ സാഹചര്യം നിലവിലില്ല. 5 ദിവസത്തേക്ക് മഴയുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിനൊരു ആശ്വാസം എന്നുള്ളത് കേരളത്തിലുണ്ട്. അതേസമയം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇടിമിന്നലേറ്റും മരണവും അതുപോലെ തന്നെ കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദിവ്യ, ശരി. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കും. ശക്തമായ കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകും. ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വിവരങ്ങളാണ് അക്ഷയ നൽകിയത്.